ശിവശിവ വൈകുണ്ഠം തിരുവട്ടയാർ. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ വാക്കുകളാണിത്. അതെ, ദക്ഷിണ വൈകുണ്ഠം അഥവാ ആദി അനന്തപുരി, അതുമല്ലെങ്കിൽ ആദി ധാമപുരം എന്നറിയപ്പെടുന്ന തിരുവട്ടാർ, ശ്രീ ആദികേശവ പെരുമാൾ കുടികൊള്ളുന്ന തിരുവട്ടാർ ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ വിശാലമായ ബലിക്കൽപുര. ബലിക്കൽപുരയുടെ 4 ഭാഗത്തുമുള്ള കരിങ്കൽ തൂണുകൾ ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കും. പുരാണ കഥാശീലികൾ, ജീവൻ തുടിക്കുന്ന ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ ഒക്കെ എത്ര മനോഹരമായാണ് കുത്തിവെച്ചിരിക്കുന്നതെന്ന്. ആദികേശവ പെരുമാളിനെ തൊഴുത് ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ പ്രദക്ഷിണ വഴിയായി. ഈ പ്രദക്ഷിണ വഴിയുടെ മനോഹാരിത വിവരിക്കുവാൻ വാക്കുകൾ മതിയാവില്ല. ഇരുവശവും ദീപലക്ഷ്മിമാരാണ് ഓരോ കരിങ്കൽ തൂണിലും കാണുന്നത്. ഈ ദീപലക്ഷ്മിമാരുടെ ഒക്കെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഭാവമാണ്. ദീപം കയ്യിലേന്തിയിരിക്കുന്ന ഈ ലക്ഷ്മിമാരുടെ രൂപങ്ങൾ 222 ക്ഷേത്രത്തിന്റെ 4 വശവുമായി ഉള്ളത്. ഈ പ്രദക്ഷിണ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താതിരിക്കില്ല. അതിന് ചരിത്രത്തിന്റെ പിൻബലവുമുണ്ട്. കാരണം പണ്ട് തിരുവിതാംകൂർ രാജവംശം പത്മനാഭപുരം തലസ്ഥാനമായി രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഈ ക്ഷേത്രവും ഇവിടവുമായിരുന്നു അവരുടെ കുലദേവതയായി കണക്കാക്കിയിരുന്നത്. പിന്നീട് രാജഭരണം തിരുവനന്തപുരത്തേക്ക് മാറുകയും തിരുവനന്തപുരം തലസ്ഥാനമായി മാറുകയും ചെയ്തപ്പോഴാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കൂടുതൽ പ്രസിദ്ധി വന്നത്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ട്. ഒരു 2000 വർഷം പഴക്കമുള്ള ശിലാലിഖിതങ്ങളൊക്കെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട്. ക്ഷേത്രത്തിന്റെ ഘടനയിൽ മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളിലും പൂജാവിധികളിലുമൊക്കെ 2 ക്ഷേത്രങ്ങൾക്കും തമ്മിൽ നല്ല സാദൃശ്യങ്ങളുണ്ട്. ഒരേ സമയത്താണ് കൊടിയേറ്റുന്നതും ആറാട്ടും ഒക്കെ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന വ്യത്യാസം, ഉള്ളിലെ ശ്രീകോവിലിലെ വിഗ്രഹം, അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ രൂപം ഇവിടെ 22 അടി നീളമാണ് വിഗ്രഹത്തിനുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 18 അടി നീളത്തിലാണ് ഭഗവാൻ അനന്തശായിയായി കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ 16,008 സാളഗ്രാമങ്ങൾ വെച്ചാണ് ഇവിടെ പൂജിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 12,000 സാളഗ്രാമങ്ങൾ വെച്ചാണ് പൂജിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി കൂടുതൽ ഒരു പ്രാധാന്യവും പഴമയും ഒക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാം. പണ്ട് ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെതായിരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെതായിരുന്നു. പിന്നീട് അത് തമിഴ്നാടിൻ്റെതായി മാറുകയാണ് ഉണ്ടായത്. വലിപ്പം കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് ക്ഷേത്രം. എന്നിരുന്നാലും 4 ചുറ്റും ഉള്ള ഈ പ്രദക്ഷിണ വഴി, ഇതിൻ്റെ സൗന്ദര്യം, ഇത് വിവരിക്കുവാൻ വാക്കുകൾ മതിയാവില്ല. ഓരോ കൽത്തൂണുകളും, അതിലെ ദീപലക്ഷ്മിമാരുടെ രൂപം, അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ഓരോ തൂണുകളിലെയും ദേവീ ദേവന്മാരുടെ രൂപം, ഇതൊക്കെ വിസ്മയം തുടിക്കുന്ന കണ്ണുകളോട് മാത്രമേ നമുക്ക് നോക്കി നിൽക്കാനാവുകയുള്ളൂ. വാക്കുകൾ മതിയാവില്ല. ഇതൊരു അനുഭവമായി തന്നെ മാറേണ്ടുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. പണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണു ദർശനത്തിനായി ഒരു യാഗം അനുഷ്ഠിക്കുകയുണ്ടായി. പക്ഷേ ആ യാഗത്തിൽ എന്തോ ചില പിഴവുകൾ വന്നതുമൂലം യാഗാഗ്നിയിൽ നിന്നും കേശനെന്നും കേശിയെന്നും പേരായ 2 അസുരന്മാർ, രാക്ഷസന്മാരാണ് ഉയർന്നു വന്നത്. ഇവർക്ക് മരണമുണ്ടാവില്ല എന്നൊരു വരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും വധിക്കുവാനും ആവുമായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഉപദ്രവം, അതികഠിനമായ ഉപദ്രവമാണ് എല്ലാവർക്കും ഉണ്ടായത്. ആ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ വീണ്ടും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെ മഹാവിഷ്ണു ആദിധാമ വിപിനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ വിശ്വരൂപം കേശന് മുന്നിൽ കാട്ടിക്കൊടുത്തു. ആ വിശ്വരൂപ ദർശന മാത്രയിൽ തന്നെ കേശൻ ബോധരഹിതനായി നിലംപതിക്കുകയുണ്ടായി. അപ്പോൾ ആദിശേഷൻ കേശനെ ചുറ്റിവരിഞ്ഞു. അങ്ങനെ ആ
ചുറ്റി വരിയപ്പെട്ട കേശിന് മുകളിലായി ഭഗവാൻ മഹാവിഷ്ണു ശയിക്കുകയുണ്ടായി. ഈ രൂപമാണ് ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട കേശിയുടെ പത്നി ആസുരി ഗംഗാദേവിയെ വിളിച്ച് കേണപേക്ഷിക്കുകയുണ്ടായി ഭർത്താവിനെ രക്ഷിക്കുന്നതിനായി. ഈ പ്രാർത്ഥന, ഈ രോദനം കേട്ട മാത്രയിൽ തന്നെ ഗംഗയും താമ്രവർണ്ണി നദിയും ഒരുമിച്ച് ഒഴുകി വളരെ വേഗത്തിൽ കേശിയുടെ പുറത്തിറങ്ങുന്ന ഭഗവാനെ കാണുവാനായി എത്തി. ഇവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ ഭൂമിദേവിയെ വിളിച്ച് ആ പ്രദേശം ഒന്ന് ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു. കാരണം ഈ രണ്ട് നദികളും ഒരുമിച്ചൊഴുകിയെത്തുന്ന ആ പ്രളയം താങ്ങുവാൻ ഈ പ്രദേശത്തിന് കഴിയില്ല എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഭൂമിദേവി ഈ പ്രദേശം കുറച്ചൊന്ന് ഉയർത്തി നിർത്തി. ഇപ്പോഴും ഈ പ്രദേശം മറ്റ് സമീപസ്ഥമായ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. ഈ ഒഴുകിയെത്തിയ രണ്ട് നദികളും ചേർന്ന് ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി ഒഴുകുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് തിരുവട്ടയാർ എന്ന പേര് വന്നത്. തിരുവട്ടത്തിൽ ഒഴുകുന്ന ആർ, അങ്ങനെയാണ് തിരുവട്ടാർ അഥവാ തിരുവട്ടയാർ എന്ന പേര് വന്നത്. കേശവ പെരുമാൾ എന്ന് പറയുമ്പോൾ കേശന് പുറത്ത് ഉറങ്ങുന്ന ഭഗവാൻ, ശയിക്കുന്ന ഭഗവാൻ, അങ്ങനെയാണ് കേശവ പെരുമാൾ എന്ന പേരും വന്നത്. രണ്ട് നദികളും ഒഴുകിയെത്തി കേശിയുടെ ശരീരത്തിൽ സ്പർശിച്ച മാത്രയിൽ തന്നെ കേശിക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഉച്ചയായിരുന്നിട്ടും നല്ല വെയിലുണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൽ നിന്നും ഈ ആറിന് സമീപത്തേക്ക് കൽപ്പടകൾ ഇറങ്ങി പോകുമ്പോൾ നല്ല ഇരുട്ടാണ്. നിഴൽ മൂടിയ വഴിയും ഇലകൾ പൊഴിഞ്ഞു വീണു കിടക്കുന്നതും ഒക്കെ കാണുവാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായാണ് നരസിംഹമഠം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതമാർ അയ്യപ്പനും തിരുവമ്പാടി കണ്ണനുമാണ്. ഇവിടുത്തെ ഏറ്റവും കൗതുകമേറിയ മറ്റൊരു ആചാരം ആറാട്ട് ദിവസം എല്ലാ വർഷവും ആറാട്ടിന് നടക്കുന്ന തിരുവള്ള പൂജയാണ്. ഇത് പണ്ട് ആർക്കോട്ട് നവാബ് തിരുവിതാംകൂർ ആക്രമിക്കുകയും എല്ലായിടവും കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ ഇവിടെയും വന്ന് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും മറ്റും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ ഈ ശ്രീകോവിലിലെ വിഗ്രഹം തൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുവച്ചു എന്നും അവിടെ അപ്പോൾ അനർത്ഥങ്ങൾ ഒരുപാടുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്നിക്ക് അസാധാരണമായ അസുഖം ഉണ്ടാകുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രശ്നം വെച്ച് അങ്ങനെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ വിഗ്രഹം തിരിച്ചിവിടെ കൊണ്ടുവെക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോഴങ്ങനെ ആ വിഗ്രഹം അദ്ദേഹം തിരിച്ചിവിടെ എത്തിക്കുകയും അതുപോലെ പ്രായശ്ചിത്തമായിട്ട് എല്ലാ വർഷവും ആറാട്ടിന് തിരു അള്ളാ പൂജ എന്നൊരു പൂജ കൂടെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നും അത് യാതൊരു മുടക്കവും കൂടാതെ എല്ലാ വർഷവും ചെയ്തു പോരുന്നുമുണ്ട്. അപ്പോൾ മടക്കയാത്രയ്ക്കുള്ള സമയമായി. 18 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾ രണ്ടുപേരും ചെറിയ കുട്ടികളായിരിക്കുന്ന ഒരു പ്രായത്തിൽ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനു മുന്നേയും പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടികളൊക്കെ വലുതായി. ഇത്തവണത്തെ യാത്രയിൽ വിനുവും ഒപ്പമുണ്ട്. ക്ഷേത്രത്തിനും കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളുണ്ട്. സ്വർണ്ണ കൊടിമരവും മതിൽക്കെട്ടുമൊക്കെയായി നന്നായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. അപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ, ദേവാലയങ്ങൾ ഒക്കെ തന്നെ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായി വരും തലമുറയ്ക്ക് കാണാനും മനസ്സിലാക്കുവാനും അതുപോലെ നമ്മുടെ പൂർവികരെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെയായി എല്ലാ ചരിത്ര സ്മാരകങ്ങളും ദേവാലയങ്ങളും സംരക്ഷിക്കപ്പെട്ടു പോരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.